ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. കഷ്ടതയുടെയും ക്ലേശങ്ങളുടെയൊക്കെ ലോകത്തായിരിക്കുമ്പോഴും ജീവിക്കാൻ പ്രേരണ നൽകുന്നത് പ്രതീക്ഷകളാണ്. അതെല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അങ്ങനെയാണ്. നാളെ ഒരു നല്ല ദിനം വരും, ഈ രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ടാവും. ബീർബൽ പറയുന്നത് പോലെ ഈ നേരം കടന്നുപോകും. ഭാവി പ്രതീക്ഷകളാണ് അന്നുള്ള ക്ലേശങ്ങളെ സഹിക്കാൻ നമുക്ക് ബലം പകരുന്നത്. പക്ഷെ പ്രതീക്ഷകൾക്ക് ഒരു തകരാറുള്ളത്, അതെപ്പോൾ വേണമെങ്കിലും തകരാം. പ്രതീക്ഷകൾ സാധാരണഗതിയിൽ നിരാശകളിലേക്കാണ് എത്തിച്ചേരുക. ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ സാധ്യമാകുന്നുണ്ടാകാം, പക്ഷേ സാധ്യമാകാതെ പോകുന്ന പ്രതീക്ഷകൾ, തകർന്നു പോകുന്ന പ്രതീക്ഷകൾ ഏറെ കൈപ്പേറിയ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതീക്ഷ. ഒരു നല്ല ജീവിതം എന്നതിനെക്കുറിച്ച് എന്ത് സങ്കല്പമാണോ ഹൃദയത്തിൽ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണെന്നാണോ ഉള്ളു കരുതിയിട്ടുള്ളത്, അതിലേക്ക് എത്തിച്ചേരും ഒരു ദിനം എന്ന ഒരു പ്രതീക്ഷ സാമാന്യഗതിയിൽ മനുഷ്യർ വെച്ചു പുലർത്തും. പ്രതീക്ഷയുടെ ഒരു തകരാറ്, അതിൻ്റെ നേർവിപരീതത്തിൽ ഒരു നിരാശ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഓരോ പ്രതീക്ഷയും നിരാശയ്ക്ക് കാരണമാകാൻ ഇടയുള്ളതാണ്. എന്നാൽ പ്രത്യാശ അപ്രകാരമല്ല. പ്രത്യാശയെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവണം. പലപ്പോഴും ഈ പ്രതീക്ഷയും പ്രത്യാശയും തെറ്റായി വ്യവഹരിക്കപ്പെടാറുണ്ട്. പ്രത്യാശയ്ക്ക് പകരം പ്രതീക്ഷയെ പറയുകയും പ്രതീക്ഷയ്ക്ക് പകരം പ്രത്യാശയെ പറയുകയും ചെയ്യും. പ്രതീക്ഷ എന്നാൽ ഹോപ്പാണ്, പ്രത്യാശയാകട്ടെ ട്രസ്റ്റാണ്. അഥവാ പ്രതീക്ഷ മോഹജന്യമായൊരു കാര്യമാണ്, നടക്കാനിടയുണ്ടെന്ന് വിശ്വസിക്കുന്നൊരു കാര്യം, ഒരു താല്പര്യം. പ്രത്യാശയാകട്ടെ ശരണമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന 3 ദൈവീക പുണ്യങ്ങളെക്കുറിച്ച് ബാല്യകാലം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാര്യമായി കണക്കിലെടുക്കാറില്ലെങ്കിലും എന്നും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് വിശ്വാസം നൽകണമേ, പ്രത്യാശയിൽ വളർത്തണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ. കൊറിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ഈ പ്രത്യാശയെ സംബന്ധിച്ച കാര്യം പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പരമപ്രധാനം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം കേവലം യക്ഷിക്കഥ പോലെ വിശ്വസിക്കാനുള്ള കാര്യമല്ല. കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നൊരു ബോധ്യമാണ്. ഈ കാണപ്പെടാത്ത ലോകത്തെ, അദൃശ്യമായ ലോകത്തെ കേവലമായി സങ്കല്പിക്കുകയല്ല, അതൊരു യാഥാർത്ഥ്യമായ യുക്തി കൊണ്ട് തിരിച്ചറിയുകയാണ്. കാണപ്പെടുന്നവയല്ലാത്തൊരു ലോകം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. സയൻസ് അന്വേഷിക്കുന്നത് ഈ കാണപ്പെടാത്ത ലോകത്തെക്കുറിച്ചാണ്. പലതും കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രീയ നേട്ടങ്ങളൊക്കെ കണ്ടെത്തലുകളാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം കൊണ്ടാണല്ലോ ഒരു കണ്ടെത്തലുണ്ടാകുന്നത്, യാദൃച്ഛികമല്ല. എല്ലാ അന്വേഷണങ്ങളും കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ഉറപ്പ് പറയുക. കാണപ്പെടാത്തവയുള്ളത് കൊണ്ടാണ് കാണപ്പെടാത്തവയെ കണ്ടെത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ മനുഷ്യൻ എത്തിപ്പെടുക. വിശ്വാസം കേവലമായ ഒരു ഇല്ലായ്മയെ സംബന്ധിച്ചല്ല, അദൃശ്യതയെ സംബന്ധിച്ചല്ല, യാഥാർത്ഥ്യമായ ഒരു അദൃശ്യതയെ സംബന്ധിച്ചാണ്. നമ്മിലുള്ള സ്നേഹം കാണാൻ കഴിയാത്തൊരു കാര്യമാണ്, ജീവിതം കൊണ്ട് മാത്രം അനുഭവപ്പെടുന്നൊരു കാര്യം. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല, തൊട്ടു നോക്കി അറിയാൻ കഴിയില്ല. സ്നേഹം അമൂർത്തമായ ഒരു യാഥാർത്ഥ്യമാണ്. സത്യം അങ്ങനെ തന്നെയാണ്. വസ്തുനിഷ്ഠമായ സത്യങ്ങളുണ്ട്, അമൂർത്തങ്ങളായ സത്യങ്ങളുണ്ട്. വസ്തുനിഷ്ഠങ്ങളായ സത്യങ്ങൾ കാണാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ കാണാവുന്ന കാര്യങ്ങൾ പരിമിതമാണ്.
കാണപ്പെടാത്ത കാര്യങ്ങൾ അതിലേറെയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മെ നിരാശപ്പെടുത്താത്ത അഥവാ നമ്മെ നിത്യമായി ഉയർത്താവുന്ന ഒരു ഉറപ്പ് വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്നുണ്ട്. അത് പ്രത്യാശയായിട്ടാണ് വളരുക. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പല്ല. അത് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഉറപ്പ് ഹൃദയത്തിനകത്തുണ്ടാകുമ്പോൾ അതൊരിക്കലും നിരാശയിലേക്ക് നിബന്ധിക്കില്ല. സാധാരണഗതിയിൽ പ്രതീക്ഷകൾക്കുണ്ടാകുന്ന ഒരു ചലന സ്വഭാവം പ്രത്യാശയ്ക്കില്ല. അത് ദൃഢമാണ്, സ്ഥിരമാണ്. കൊളോസ്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ശ്ലീഹ പറയും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വം എന്നത് ക്രിസ്തുവിലാണ് സമ്പൂർണ്ണമാകുക. ആ മഹത്വത്തിന്റെ പ്രത്യാശ നമ്മിൽ ഓരോരുത്തരിലുമുള്ള സമ്പൂർണത ക്രിസ്തുവിനാണ് എന്ന ബോധ്യമാണ് പ്രത്യാശയായി നിലനിൽക്കുന്നത്. കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ സഹിച്ച് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിലാണ് വിശ്വാസമെങ്കിൽ അവൻ ഉദ്ധിതനായെന്നും പിതാവിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്തുണ്ടെന്നും അവനോടൊപ്പം ആയിരിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകും. ഈ ബോധ്യം താണുപോകാവുന്നതോ വീണു പോകാവുന്നതോ അല്ല. ഈ ബോധ്യം നിലനിൽക്കുന്നൊരു കാര്യമാണ്. നാം ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏത് ക്ലേശാനുഭവങ്ങളും ഏത് സഹനങ്ങളും ഏത് തകർച്ചകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നാം നേരിടുന്ന ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് നാം ഒടുവിലെത്തിച്ചേരുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് എന്ന ഒരു ബോധ്യം. ഈ കഷ്ടങ്ങളെല്ലാം അനശ്വരമായി പ്രത്യാശയിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന ബോധ്യം നിശ്ചയമായും തകർന്നു പോകാതെ അന്ത്യത്തോളം നിലനിൽക്കുന്നതാണ്. ഈ പ്രത്യാശ നമ്മിൽ സ്നേഹം ജനിപ്പിക്കും. എന്നെ അങ്ങനെ വീണ്ടെടുത്തവൻ നാശമില്ലാത്ത വീഴ്ചയില്ലാതെ ഒടുവിൽ നിശ്ചയമായും എനിക്ക് അവൻ്റെ സന്നിധിയിൽ കാരുണ്യം ലഭിക്കും എന്ന ഒരു ബോധ്യത്തിൽ ഉറച്ച ജീവിതം നയിക്കാൻ കഴിയുമ്പോൾ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. അങ്ങനെ നിരാശയില്ലാതെ സ്നേഹത്തിൻ്റെ ഉത്തുംഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യാശ നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രത്യാശ എന്ന ദൈവിക പുണ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ദൈവിക പുണ്യമാണ് നിലനിൽപ്പിന് കാരണമായിട്ട് മാറുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം അസ്ഥിരമാണ്. കാരണം നാം വിശ്വസിക്കുന്നു. വിശ്വാസം എപ്പോഴും ഒരു അവിശ്വാസത്തെ, ഒരു സന്ദേഹത്തെ ഉണർത്തുന്നു. ആ സന്ദേഹത്തെ പരിഹരിച്ച് വീണ്ടും നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസം ഏറ്റുപറയുന്നു. അങ്ങനെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ അത് പ്രത്യാശയിലൂടെ മാത്രമേ സാധിക്കൂ. ആ പ്രത്യാശ ജനിപ്പിക്കുന്ന സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് സന്ദേഹങ്ങളെയും ഈ ലോകത്തെ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ അറിവും കഴിവുമൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അറിവ്, അനുഭവങ്ങൾ അവയൊക്കെ നാം കേൾക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാൻ എങ്ങനെ സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ബോധ്യങ്ങൾ നൽകും. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. റോമർ ലേഖനം 10:17 പറയും. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ, കേൾക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോൾ ആ കഴിവ് എന്നിൽ പ്രത്യാശയായിട്ട് വളരും. അവനിൽ ഞാൻ ഉറയ്ക്കും. ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഈ സ്നേഹശക്തി ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരതിനു വേണ്ടി സ്വയം അർപ്പിക്കാനുമുള്ള ബലം എനിക്ക് പകർന്നു നൽകും. അപ്പോഴാണ് വിശ്വാസം വളർച്ചയിലേക്ക് പ്രാപിക്കുക. പ്രത്യാശ വിശ്വാസത്തെ വളർത്തുന്നുണ്ട്. പ്രത്യാശ സ്നേഹത്തെ ജനിപ്പിക്കുന്നുണ്ട്. സ്നേഹം പ്രത്യാശയിൽ ഉറപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവിക പുണ്യങ്ങളിൽ അടിയുറച്ച ഒരു ജീവിതത്തിന് മാത്രമേ വിശ്വാസ സ്ഥിരതയിലാകാൻ കഴിയൂ.
പ്രത്യാശയിൽ ഉറച്ച് സ്നേഹത്തിൽ വ്യാപരിക്കാനും സ്വയം അർപ്പിക്കാനും അങ്ങനെ രക്ഷയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാനും കഴിയൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഈ ലോകത്ത് പലപ്പോഴും കഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. ദൈവശിക്ഷയാണെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്, ശാപമാണെന്ന് പറയുന്ന ആളുകളുണ്ട്, സഹനങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുന്നു. നിരവധിയായ ക്ലേശങ്ങൾ സഹിച്ചാണ് ഓരോ മനുഷ്യജന്മവും ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരികെ എത്തിച്ചേരുക. ഈ ലോകത്തിൻ്റെ പ്രവണത ക്ഷയോന്മുഖമാണ്. അത് പലപ്പോഴും ഇടർച്ചകൾ ഉണ്ടാക്കുന്നതാണ്. ബന്ധങ്ങളൊന്നും സ്ഥായീഭാവമുള്ളതല്ല. ഈ ലോകത്ത് നാം കാണുന്ന ഈ അപജയകരമായ സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയാണെന്ന് തോന്നിയേക്കാം. ലോകം അങ്ങനെയാണല്ലോ പരിഗണിക്കുക. സാമ്പത്തികമായി തകർന്ന ഒരാൾ ശപിക്കപ്പെട്ടയാളാണെന്നും ഗതി പിടിക്കാത്തയാളാണെന്നും, അതേപോലെ തന്നെ നാം അനുഭവിക്കുന്ന ക്ലേശാനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷയാണെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ പോലുള്ള ഒരു കാലമാണെന്നും. പക്ഷെ ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതുമ്പോഴും അനശ്വരമായ പ്രത്യാശയിലാണ് ക്രിസ്തുവിലായിരിക്കുമെന്ന് നാമായിത്തീരുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം പറയും, ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതുമ്പോഴും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. നമ്മൾ എങ്ങനെയാണ് അനശ്വരമായ പ്രത്യാശയുള്ളവരാകുന്നത്? ഈ ലോക ക്ലേശങ്ങളും ഈ ലോക ജീവിതവും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ക്രിസ്തുവാനുഭവത്തിൻ്റെ പരിപൂർണതയിൽ പ്രവേശിക്കാനുള്ള മാർഗമായി തിരിച്ചറിയുകയും ഈ സഹനങ്ങളും ക്ലേശങ്ങളിലും മരിച്ച് ക്രിസ്തുവിൽ ഉദ്ധിതനാകാമെന്നും അങ്ങനെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ കഴിയുമെന്നും ഈ ലോകത്ത് അനുഭവപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം തളർന്നു പോകാതിരിക്കുന്നത്. നമ്മുടെ ജീവിതം തളർന്നു പോകുന്നതും തകർന്നു പോകുന്നതും എങ്ങനെയാണ്? നമ്മൾ ഈ ലോകബോധ്യങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ്. ഈ ജീവിതം വ്യർത്ഥമാണെന്ന് തോന്നും. നേട്ടം നേടിയാലും കോട്ടങ്ങൾ ഉണ്ടായാലും ജീവിതത്തെക്കുറിച്ച് സമഗ്രമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഭൗമിക ജീവിതം സ്ഥിരതയുള്ള ഒന്നല്ല. ഒരു നേട്ടത്തിലും നിലനിൽക്കാൻ കഴിയില്ല. വീഴ്ചകളും കോട്ടങ്ങളും ഒക്കെ നമ്മൾ തളർത്തുന്നതായി കൂടെയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിതത്തിന് അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് നേടാവുന്നത് എന്താണ്? അവിടെയാണ് അനശ്വരമായ പ്രത്യാശ. അവൻ്റെ സന്നിധിയിൽ നാം സ്വീകരിക്കപ്പെടുന്നു, അവനിൽ നാം ഉദ്ധിതരാകുന്നു, അവൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ, സ്വർഗോന്മുഖരായി ജീവിക്കാൻ നാം വിളിക്കപ്പെടുന്നു. നമുക്ക് നിത്യമായ ഒരു നഗരമുണ്ട്. ഈ നാശോന്മുഖമായ ഭൗമിക ചുറ്റുപാടുകൾക്കപ്പുറം അനശ്വരമായൊരു പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു ബോധ്യം നിലനിൽക്കുമ്പോൾ മാത്രമേ ക്ലേശങ്ങളെ സഹിക്കാൻ നമുക്ക് പറ്റൂ. ഈ ലോകം വെച്ച് നീട്ടുന്ന കൈപ്പേറിയ സഹനത്തിൻ്റെ പാത്രങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന ഉറപ്പ്, എനിക്ക് വേണ്ടി സഹിച്ച, എന്നിൽ ഇന്നും ജീവിക്കുന്ന ഒരുവൻ സഹനങ്ങൾ വഴി രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. ആ കവാടം എനിക്കായി തുറന്നു. അവനിൽ പ്രത്യാശ അർപ്പിക്കുമ്പോൾ, അവൻ രക്ഷകനായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിന് നിത്യതയുണ്ട്. ഈ നശ്വര പ്രപഞ്ചത്തെ മറികടന്ന് അനശ്വരമായൊരു ലോകത്ത് എനിക്ക് സ്ഥായിയായ സ്ഥാനമുണ്ട്, ദൈവസന്നിധിയിൽ നിത്യകാലം ജീവിതമുണ്ട് എന്ന ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ എനിക്കൊരു ഭൗമിക ക്ലേശത്തെ കാര്യമായി പരിഗണിക്കേണ്ടി വരില്ല. അതിനെ അതിജീവിക്കാൻ കഴിയും. അതേസമയം നാളെ ഒരു നന്മ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നതെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് പ്രത്യാശയല്ല കേട്ടോ, അത് പ്രതീക്ഷയാണ്. നാളെ ഒരു നന്മ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ നന്മ ഏതായാലും ഭൗതികമായ നന്മയെ സംബന്ധിച്ചായിരിക്കും. ഈ ഭൗമികമായ നന്മയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്ക് അതിൽ തന്നെ അസ്ഥിരതയുണ്ട്. കാരണം ഭൗമികമായതെല്ലാം ക്ഷയോന്മുഖമാണ്. ഒരു നേട്ടം പോലും നേട്ടമായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഭൗമികമായ പ്രതീക്ഷയെ സംബന്ധിച്ചല്ല, അനശ്വരമായ പ്രത്യാശയെ സംബന്ധിച്ച ബോധ്യമാണ് ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 14-15 തിരുവചനങ്ങൾ പറയാണ്, ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും, അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിൽ ഇപ്രകാരം അടിയുറച്ച ബോധ്യമുണ്ടായി അവനോടൊപ്പം ആയിരിക്കലാണ്. ഭക്തി എന്നത് കേവലമായ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നതല്ല. ഭക്താഭ്യാസങ്ങളുണ്ട്. ഈ ഭക്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അഭ്യാസങ്ങൾ പലതും നമ്മൾ ചെയ്യും. അഭ്യാസം എന്ന് വെച്ചാൽ മാർഗങ്ങൾ സ്വീകരിക്കും. ഈ മാർഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത്, ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ചേർന്നിരിപ്പാണ്. ഈ ചേർന്നിരിപ്പിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മദാനത്തിലൂടെയാണ്. ദൈവഭക്തി, ദൈവഭയം, ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം, ഭക്തി, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള അനുഭവം. ഈ ചേർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കുക എന്ന് വെച്ചാൽ അകമേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിയുകയും അവനിലാണെന്ന ബോധ്യത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്
അപ്പോഴാണ് അനശ്വരമായ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രത്തോളം ക്രിസ്തുബോധ്യമുണ്ടോ, അവനിലാണ് നമ്മളെന്ന ബോധ്യമുണ്ടോ, ആ അവബോധത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. റോമർ ലേഖനം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ പറയുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എങ്ങനെയാണ് നിരാശരാക്കാത്തത്? കഷ്ടത സഹനശീലം നൽകും, സഹനശീലം ആത്മധൈര്യം നൽകും, ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നയിക്കും. കഷ്ടത സഹനശീലം നൽകുന്നുണ്ട്. ഓരോ കഷ്ടതയും നമ്മൾ അനുഭവിച്ചു പോകുമ്പോൾ വീണ് വീണാണ് പഠിക്കുക എന്ന് പറയില്ലേ? വീണ് വീണാണ് നടക്കാൻ പഠിക്കുക, തോറ്റാണ് ജയിക്കാൻ പഠിക്കുക. കാരണം ഒരു വീഴ്ചയും നിത്യമായ വീഴ്ചയല്ല. വീഴ്ചകൾ ബലം നൽകുന്നവയാണ്, കഷ്ടതകൾ ബലം നൽകുന്നവയാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടൂല്ല എന്ന്. തീയിലാണ് കുരുത്തതെങ്കിലാ. നമ്മൾ കുരുക്കുന്നത് ദുർബലതകളിലാണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വെയിലേക്കുമ്പോൾ നമ്മൾ വാടിപ്പോകുന്നത്. കഷ്ടത സഹിച്ചിട്ടുള്ള ആൾക്ക്, വിശപ്പ് സഹിച്ചിട്ടുള്ള ആൾക്ക്, കിടക്കാൻ ഇടമില്ലാതെ സഹിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭൗമികമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇല്ലായ്മകൾ അയാളെ ഭരിക്കില്ല. ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ, സന്യാസം അതാണല്ലോ, സ്വയം ഉപേക്ഷിക്കുന്ന. അങ്ങനെ സ്വയം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന ഒരാൾക്ക് സന്യാസം മലമുകളിൽ കയറിയിരിക്കുന്ന കാര്യമല്ല കേട്ടോ. സന്യാസം മലമുകളിൽ കയറിയിരിക്കുന്ന കാര്യമല്ല, കാവ്യ എടുക്കുന്ന കാര്യമല്ല, താടിയും മുടി നീട്ടി വളർത്തുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് 3-ാം സഹസ്രാബ്ദത്തിൽ സന്യാസം എന്നത് ക്രൈസ്തവ ധർമ്മമായി തിരിച്ചറിയേണ്ട ഒരു കാലമാണ്. ജീവിതത്തിൽ അവനവനെ തന്നെ ഉപേക്ഷിക്കാനും ക്രിസ്തുവിൽ അവരനെ സ്വീകരിക്കാനും കഴിയും വിധം മനസ്സ് വളർച്ച പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകാൻ ഹൃദയപരമായ അർപ്പണം ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ സന്യാസം. അങ്ങനെ സ്വയം ഉപേക്ഷിച്ച ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പരിമിതികളെ കുറിച്ച് എന്ത് വിഷമമുണ്ടാകാനാ? എല്ലാം ഉപേക്ഷിച്ചു, ലോകം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഭൗമികമായതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഒരാൾ, അയാൾ പിന്നെ ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാകുമ്പോൾ കരയൂ. നമുക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കുഴപ്പം ഇതാണ്. പണ്ടൊരിക്കൽ എനിക്കുണ്ടായ അനുഭവം പറയാം. സ്വന്തം കാര്യങ്ങൾ പറയുന്നത് വലിയ മെച്ചമുള്ള കാര്യമല്ലെങ്കിലും പറയാം. എനിക്ക് കടുത്ത തലവേദന. അങ്ങനെ തലവേദന വന്ന് സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ തലവേദനയാണ്. ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ നടത്തുന്ന കാലമാണ്, വിശ്വാസത്തിലേക്ക് ചുവടുവെച്ച ആദ്യത്തെ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ ഈ തലവേദന എടുത്ത് അവസാനം മരുന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പം എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു ടീച്ചറുണ്ട്. അപ്പം ടീച്ചർ എനിക്കൊരു 300 രൂപ തന്നു. 300 രൂപ തന്നിട്ട് പോയി മരുന്ന് വാങ്ങാൻ പറഞ്ഞു. പ്രത്യേകമായി വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, വേറൊരു കാര്യത്തിനും ഈ പൈസ എടുക്കരുത്. അതായത് സാധാരണ രീതിയിൽ അങ്ങനെ പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് പൈസ കിട്ടിയാൽ നമ്മൾ ആദ്യം കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ നോക്കുക. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യരുത്, മരുന്ന് നിർബന്ധമായും വാങ്ങണം. അങ്ങനെ ഞാൻ മരുന്ന് വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അലോപ്പതി മരുന്ന് കഴിക്കാൻ പേടിയുണ്ട്. കാരണം ഇങ്ങനെ ഉപവാസം അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അലോപ്പതി മരുന്ന് കഴിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആയുർവേദം നോക്കാം. മനസ്സിലിങ്ങനെ പോകുന്ന വഴിക്ക് ആലോചിക്കുകയാണ്. അങ്ങനെ പോയി ഒരു പാലം കയറിയിട്ട് വേണം, സൈക്കിളിന് യാത്ര ചെയ്യാണ്, ഒരു പാലം കയറിയിട്ട് വേണം എനിക്ക് ഈ പറഞ്ഞ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ സൈക്കിൾ ചവിട്ടി പാലം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലിരിക്കുന്ന ഒരുവൻ എന്നോട് ചോദിക്കുന്നതായി എനിക്ക് തോന്നി, മരുന്ന് വാങ്ങാൻ പോകണല്ലേ? ഞാൻ പറഞ്ഞു അതെ. സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അതെ. നിനക്ക് സ്വന്തമായി ഉപവാസം എടുത്ത് സഹിക്കാം, സ്വന്തമായി നിനക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് സഹിക്കാം, പരിത്യാഗങ്ങൾ എടുത്ത് സഹിക്കാം. ഞാനൊരു സഹനം തരുമ്പോൾ നിനക്കത് സ്വീകരിക്കാൻ വയ്യ. ജീവിതത്തിൽ നാം നേരിടുന്ന ക്ലേശകരമായ സാഹചര്യങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ സ്വയം ഉപേക്ഷ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നൊരു മേഖലയാണ്. ഭൗമികമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പരിത്യാഗത്തിൻ്റെ പേരിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ. പരിത്യാഗത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ദൈവം അനുവദിച്ചു തരുന്ന ജീവിത സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ മനസ്സില്ല. ഞാൻ ഏതായാലും മരുന്ന് വാങ്ങിക്കാൻ പോയില്ല, പാലത്തിന് നടുവിൽ വെച്ച് തിരിച്ചു വളച്ചു പോയി. ദൈവം നമുക്ക് നൽകുന്ന തലവേദന സഹിക്കുന്നതാണ് പരമമായ നന്മയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ദൈവം നമുക്ക് നൽകുന്ന ജീവിത സാഹചര്യങ്ങളെ നമുക്ക് സഹിക്കാൻ കഴിയുമ്പോൾ, കഷ്ടത സഹിക്കുമ്പോൾ
ആത്മധൈര്യം ഉണ്ടാവും. ആത്മധൈര്യം എന്ന് വെച്ചാൽ സാധാരണ ധൈര്യമല്ല. സാധാരണ ധൈര്യം എന്താണ്? സാധാരണ ധൈര്യം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്നതാണ്. എവിടെ വരെയാണ് ധൈര്യം? ഭയപ്പെടുന്നത് വരെ. ഭയപ്പെടുന്നത് വരെയുള്ള ധൈര്യമുള്ളൂ. പക്ഷെ ആത്മധൈര്യം അങ്ങനെയല്ല. എന്തു വന്നാലും എനിക്ക് നാശമില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായാൽ, അവൻ്റെ സന്നിധിയിലാണ് ഞാനെന്ന ബോധ്യം ഉണ്ടായാൽ, എന്നെ കൊല്ലാൻ സാധ്യമല്ല. കാരണം എനിക്ക് മരണമില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു കടന്നുപോകൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലോകം എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണി എനിക്ക് ഏൽക്കില്ല. നമുക്കെങ്ങനെയാണ് ഭീഷണികൾ ഏൽക്കുന്നത്? നമ്മൾ തകർന്നു പോകുന്നു വിചാരിക്കുമ്പോഴാണ്. ഒരു അപമാനമേൽക്കുമ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുന്ന നമ്മുടെ വിചാരം. നമ്മെ തിരിച്ചറിയുന്ന ഒരുവന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം, അവനാണ് വിധിയാളൻ, അവന്റെ മുമ്പിലാണ് ജീവിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടായാൽ ഈ ലോകം മുഴുവനും നമ്മൾ തെറ്റുകാരനെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, നീതീകരിക്കേണ്ട കാര്യമില്ല. കാരണം ലോകം ഇന്ന് പറയും നല്ലവൻ, നാളെ മോശം എന്ന് പറയും. ലോകത്തിന്റെ സ്വഭാവം അതാ. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കും. നമ്മൾ ദൈവസന്നിധിയിലാണ്, കാണുന്നത് ദൈവമാണ്. അവനാണ് വിധിക്കാൻ അധികാരമുള്ളവൻ. അവന്റെ സന്നിധിയിലേക്കാണ് നാം പോവുക. അപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന അപമാനത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ മാന്യനാണെന്ന് കരുതുമ്പോഴല്ലേ ഒരാൾ അപമാനിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുക. നമ്മൾ യഥാർത്ഥത്തിൽ മോശപ്പെട്ട മനുഷ്യരല്ലേ, കുറവുകൾ 100 മനുഷ്യർ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കുന്നവർ, പ്രവൃത്തിയാകാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ പരിമിതികളേറെയുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മുടെ കുറവുകൾ പറയുമ്പോൾ അതിൽ വേദനിക്കേണ്ട കാര്യമില്ല. കുറവുള്ളവനാണ്. നിങ്ങളറിയാത്ത, നിങ്ങൾ കാണാത്ത 100,000 കുറവുകൾ, നിങ്ങളറിയാത്ത 100,000 കുറവുകൾ നമുക്കുണ്ട് ദൈവസന്നിധിയിൽ. അങ്ങനെയാണ് വചനം പറയുക, സ്വർഗം പോലും നിർമ്മലമല്ല അവന്റെ ദൃഷ്ടിയിൽ, ചന്ദ്രൻ പോലും പ്രകാശം തരുന്നില്ല. പരമപരിശുദ്ധിയായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ. അങ്ങനെ കുറവുള്ള നമ്മെ സ്വന്തമാക്കി സ്വീകരിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ കൂട്ടുണ്ടായിരിക്കെ, അവൻ എനിക്ക് വേണ്ടി അപമാനിതനും പീഡിതനുമായി ക്രൂശിൽ മരിക്കെ, അവന്റെ ഉദ്ധാനത്തിലേക്ക് എന്നെ പങ്കുചേർക്കുന്ന ആ ദൈവിക രഹസ്യം എൻ്റെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ കഷ്ടത എനിക്ക് സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും. ഈ ആത്മധൈര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നയിക്കും. അവൻ ഉദ്ധിതനായി എന്നതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഉദ്ധാനം എന്നെ കൂടി ഉദ്ധിതനാക്കുന്നതാണ് എന്ന ബോധ്യം എൻ്റെ ഹൃദയത്തെ ഭരിക്കുകയും അവൻ എന്നെ രക്ഷിച്ചു എന്ന ഉറപ്പിൽ ഞാൻ ശരണപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹം വർദ്ധിക്കും. ആ സ്നേഹം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ആ സ്നേഹം യഥാർത്ഥത്തിൽ നിത്യതയെ സംബന്ധിച്ച ഉറപ്പിലേക്ക് എത്തിക്കും. ആ സ്നേഹം പ്രയോജനകരമായി മാറും. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുന്ന അനുഭവം ഉണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ ഉണ്ടാകുന്നത് നാം നമ്മെ തന്നെ കൈവിടുമ്പോഴാണ്, ക്രിസ്തുവിൽ പ്രത്യാശ ഉറപ്പിക്കുമ്പോഴാണ്. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് റോമർ 12:12 പറയുന്നത്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഇതിനൊരു ബന്ധമുണ്ട്. പ്രത്യാശയിൽ സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കുന്ന പ്രത്യാശയിലാണോ? യഥാർത്ഥത്തിൽ സന്തോഷം എന്ന വാക്കിനേക്കാൾ നല്ലത് ആനന്ദം എന്ന് പറയുകയാണ്. സന്തോഷം എപ്പോഴും പോകാവുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കൊരു ബലൂൺ കിട്ടി, കുട്ടി അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷമായി. ബലൂൺ പൊട്ടി, കുട്ടിക്ക് സങ്കടമായി. ഈ ബലൂൺ കിട്ടിയില്ലായിരുന്നെങ്കിൽ 2 കുഴപ്പമുണ്ടാവില്ലായിരുന്നു. നമുക്കങ്ങനെയാണ്. നമ്മൾ സന്തോഷം തേടുന്നത് ഭൗമികതയിലാണ്, വ്യക്തികളിലാണ്, വസ്തുക്കളിലാണ്, ഈ ലോക സാഹചര്യങ്ങളിലാണ്. ഇതെല്ലാം അനശ്വരമല്ല എന്ന് നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നവനെന്നറിയാം. എന്നിട്ടും അവയിൽ കുടുങ്ങി ജീവിക്കുമ്പോൾ, ഇതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധമ്മ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു. ആരിലാണ് ആനന്ദിക്കേണ്ടത്? കർത്താവിലാണ്. അനശ്വരമായ പ്രത്യാശയിലാണ്. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, ഏത് ക്ലേശം അനുഭവിച്ചാലും, അപമാനിതനായാലും, പീഡിപ്പിക്കപ്പെട്ടാലും, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എനിക്ക് സ്ഥാനമുണ്ടെന്നും അവൻ എനിക്ക് പരിഹാര ബലിയായിട്ടുണ്ടെന്നും
അവൻ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവന്റെ മരണം എനിക്ക് ജീവൻ നൽകുന്നുവെന്നും ഞാൻ ഉദ്ധാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നും ക്രിസ്തുവിൽ എനിക്ക് അനശ്വരമായ സ്ഥാനമുണ്ടെന്നും അവന്റെ സന്നിധിയിൽ ഞാൻ സ്വീകരിക്കപ്പെടുമെന്നും അവന്റെ കൃപയിൽ കരുണയിൽ എനിക്ക് പങ്കാളിത്തമുണ്ടെന്നും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം അർത്ഥവത്തായി മാറും. അപ്പം അതുകൊണ്ട് പ്രത്യാശയെ സംബന്ധിച്ച ബോധ്യം നമുക്കുണ്ടാകണം. പ്രത്യാശ ഈ ലോകത്തിൻ്റെതായി മാറാൻ പാടില്ല. ഈ ലോകത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നു, അത് ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എന്ന് വന്നാൽ 1 കൊരിന്ത്യർ 15:19 യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നു, അനശ്വരനാണ്, അവൻ ഉദ്ധിതനാണെന്നൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള മറ്റുള്ള എല്ലാവരെയും നിർഭാഗ്യവാന്മാർ. കാരണം ഭൗമികത എപ്പോഴും ചലന സ്വഭാവമുള്ളതാണ്, അത് നാശോന്മുഖമാണ്. നിലനിൽക്കുന്ന ഒരു നഗരം നമുക്ക് ഇവിടെയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന പ്രത്യാശ നമുക്കുണ്ടാകണം. കൊളോസ്യർ 1:27 ഉണ്ടാവണം. യേശു എന്നിൽ വസിക്കുന്നു, ഞാൻ യേശുവിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തെ ഏത് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ ഉറപ്പ് യേശുക്രിസ്തുവിലാണ്. അവൻ എന്നിൽ വസിക്കുന്നു, അവൻ ഉദ്ധിതനാണ്. ഈ ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളും സഹനങ്ങളും അവനോട് ചേർന്നുള്ള സഹനമാണ്. രക്ഷാകരമായ അവൻ്റെ സഹനത്തോടെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് അനശ്വരമായ ഉദ്ധാനത്തിലേക്ക് ഞാനും പ്രവേശിക്കും. നിശ്ചയമായും ദൈവസന്നിധിയിൽ എനിക്ക് ഇടമുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശയിൽ വളരും. അങ്ങനെ ഞാൻ അവനിൽ ശരണപ്പെടുമ്പോൾ എൻ്റെ ബലഹീനതകളും ക്ലേശങ്ങളും എൻ്റെ കുറവുകളും അപര്യാപ്തതകളും പോരായ്മകളും ഒക്കെ ഏറ്റുപറഞ്ഞ് അവനിൽ ഞാൻ ശരണപ്പെടുമ്പോൾ അവൻ്റെ സന്നിധിയിൽ എനിക്ക് ഉറപ്പുണ്ട്, ആ ശരണം എന്നെ വിമോചിപ്പിക്കും. അപ്പോൾ പ്രത്യാശയിൽ നമുക്ക് ഉറപ്പുണ്ടാകണം, സ്ഥിരതയുള്ളവരായിട്ട് മാറണം. ജെറമ്യാ പ്രവാചന പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം പറയും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. നമുക്ക് ആശ്രയത്വം ഉണ്ടാകുക എന്ന് പറയും ശരണം എന്ന് പറയുന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ പ്രത്യാശയുടെ നല്ല അർത്ഥം ശരണമാണ്. ശരണപ്പെടുക, ട്രസ്റ്റ് ഇൻ ഹിം. ഹോപ്പല്ല, പ്രതീക്ഷയല്ല. ലോട്ടറി അടിച്ചേക്കാം, അടിക്കാതിരിക്കാം എന്നുകൂടി അതിനർത്ഥമുണ്ട്. അത് പ്രതീക്ഷയാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരത്താണിയെ കണ്ടെത്തി. എന്തായാലും അവൻ്റെ സന്നിധിയിലാണ്, അവനിലാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടാവുമ്പോൾ ഞാൻ ശരണപ്പെടും. ബലഹീനത ഉണ്ടാകുമ്പോൾ പാളിപ്പോകേണ്ട കാര്യമില്ല. വിശ്വാസം ശരണപ്പെട്ടാൽ മതി. ഞാൻ ശരണപ്പെടുന്നു, നീ മാത്രം ആശ്രയം. ജെറമ്യാ അതുകൊണ്ടാണ് പറഞ്ഞത് 17:7 കർത്താവിൽ ആശ്രയിക്കുന്നവൻ നിരാശനാകില്ല, അനശ്വരമായ പ്രത്യാശ അവനില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയും, ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നിരാശരാകുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയും, ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. എന്താണ് ഈ ദൃശ്യമായ പ്രത്യാശ? ആദ്യം ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? നിയമം പാലിച്ചാൽ രക്ഷ പ്രാപിക്കും. നിയമം പാലിച്ചാൽ രക്ഷ പ്രാപിക്കും എന്ന പ്രത്യാശ മോശയിൽ നൽകപ്പെട്ട പ്രത്യാശയാണ്. മോശയുടെ പ്രത്യാശയുടെ പരിമിതികൾ മറികടക്കുന്നതാണ് ക്രിസ്തുവിന്റെ പ്രത്യാശ. ഇവിടെ നീ എന്തായിരിക്കുമ്പോഴും, നീ എങ്ങനെയായിരിക്കുമ്പോഴും, വീണു പോകുമ്പോഴും നിന്നെ കരുതുന്ന ഒരുവൻ നിനക്ക് പകരമായി കുരിശിൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവനിൽ നീ വിമോചിതനാണ്. നീ അവനോട് ചേർന്ന് നിൽക്കുകയേ വേണ്ടൂ, അവനിൽ ശരണപ്പെടുകയേ വേണ്ടൂ. ഇതൊരു വലിയ പ്രത്യാശയാണ്. നമ്മൾ കുറവും പോരായ്മയുള്ളവരാ, വീണുപോകും, കുറവുകളുണ്ടാകും, പരിമിതികളുണ്ട്. ആ പരിമിതികളുള്ളപ്പോഴും കുറവുള്ളപ്പോഴും വീണു പോകുമ്പോഴും നാം നഷ്ടമായി പോകുന്നില്ല. ഇത് നമ്മുടെ അവസാനമല്ല, ക്രിസ്തു നമ്മെ നേടിയിരിക്കുന്നു എന്ന ഉറപ്പ് ഹൃദയത്തിലുണ്ടാവുകയും എൻ്റെ കുറവിലും പരിമിതിയിലും ഞാൻ അവനിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അവനിൽ സ്ഥാനമുണ്ട്. അവൻ എന്നെ തള്ളുകയില്ല, അവൻ എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബലം യേശുക്രിസ്തുവിൽ ജീവിക്കാൻ, മുന്നേറാനുള്ള ബലമാണ്. ജനിച്ച് 7-ാം ദിവസം മാമോദീസ സ്വീകരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ 7-ാം ദിവസം മാമോദീസ സ്വീകരിച്ചു. ഏകദേശം 7-ാം ക്ലാസ് വരെ വിശ്വാസിയായി, ഭക്തനായി, മിസ്റ്റർ ഡൊമിനിക് സാവിയോയൊക്കെ മാതൃകയായി കണ്ട് അനുസരണത്തിലും സ്നേഹത്തിലുമൊക്കെ വർദ്ധിക്കാൻ വേണ്ടി പ്രയത്നിച്ച് നല്ല ഭക്തനായി ജീവിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷകനായൊക്കെ മാറി ജീവിച്ചയാളാണ്. 7-ാം ക്ലാസ് ആയപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. 7-ാം ക്ലാസ് മുതൽ പിന്നീടുള്ള ജീവിതം
10-18 വർഷത്തെ ജീവിതം വിശ്വാസരഹിതമായിട്ടാണ്, വിശ്വാസ നിഷേധകനായിട്ടാണ്, ദൈവവിമർശകനായിട്ടാണ്. അങ്ങനെ 18 വർഷം എൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കുന്നു, ദൈവം എന്നെ കൈവിട്ടില്ല. പലപ്പോഴും അമ്മമാർ വന്നിട്ട് പറയും, മക്കൾക്ക് വിശ്വാസമില്ല, പ്രാർത്ഥിക്കണേന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് എന്നെക്കുറിച്ചാണ്. 18 വർഷം ദൈവമില്ലെന്ന് പഠിപ്പിക്കുമ്പോഴും 18 വർഷം ക്രിസ്തു വിരുദ്ധമായി ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതെന്ന മട്ടിൽ ഈ ലോകത്തിൻ്റെ എല്ലാ ആശയഗതികളെയും പിന്തുടർന്ന് ജീവിക്കുമ്പോഴും എന്നെ കൈവിടാതെ അനന്തമായ സ്നേഹത്തോടെയും കരുണയോടെയും എൻ്റെ പിന്നാലെ വന്ന ഒരുവനെ ക്രിസ്തുവിൽ എനിക്കറിയാം. അതുകൊണ്ട് 18 വർഷങ്ങൾക്ക് ശേഷം എന്നെ തിരികെ നേടാൻ, എന്നെക്കൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അനന്തമായ കരുണയാൽ. ഇതവൻ്റെ കരുണ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും. അവൻ എന്നോട് കാട്ടിയ സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കും? എന്ത് കൊടുത്ത് നന്ദി പറയും? എന്നെ ഒരിക്കലും കൈവിടാത്ത സ്നേഹത്തിൽ പ്രത്യാശ ഉറപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഉറപ്പുണ്ടാകേണ്ടത് നമ്മൾ വീണുപോയാൽ തള്ളിക്കളയാത്ത, നമ്മെ ഒരിക്കലും അകറ്റി നിർത്താത്ത, നാം അകന്നു പോകുമ്പോഴും പിന്നാലെ വരുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്ന ഒരുവനുള്ള പ്രത്യാശയാണ്, അനശ്വരമായ പ്രത്യാശ. ആ ക്രിസ്തു നിങ്ങളിലുണ്ട്. ആ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ പോകുമ്പോഴും നിങ്ങൾ കാണാതെ പോകുമ്പോഴും കരുതുന്നൊരു കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. അവനിൽ പ്രത്യാശ ഉറപ്പിക്കണം. അതുകൊണ്ട് ഭൗമികമായ താളപ്പിഴകളോ ഏറ്റിറക്കങ്ങളോ കാര്യമായി പരിഗണിക്കാതെ അതിനപ്പുറം അവനിലേക്ക് ശരണപ്പെടാൻ, ഐ ട്രസ്റ്റ് ഇൻ ഹിം, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഈ കുറവും പോരായ്മയോടെയും നിന്റെ കാലിൽ പിടിക്കുന്നു, ശരണപ്പെടുന്നു. ഇന്നലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പല പല വീഴ്ചകളിലാണ്, പഴയ വഴികളിലാണ്, പ്രാർത്ഥിക്കണം. നെഞ്ചുലയ്ക്കുന്ന വാക്കാ, വീഴ്ചയില്ല, പക്ഷേ പ്രാർത്ഥിക്കണം. അവനിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ, അവനിൽ ശരണപ്പെടുമ്പോൾ ഭയക്കേണ്ടതില്ല. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞത്, വിഷമിക്കണ്ട, അവൻ ജീവിക്കുന്നു, യേശു നിന്നിൽ ജീവിക്കുന്നു. കുറവും പോരായ്മയും പരിമിതികളും മനുഷ്യസഹജമായ വീഴ്ചകളും നിലനിൽക്കുമ്പോഴും ഹൃദയത്തിലുണ്ടാകേണ്ട ഉറപ്പ്, അവൻ എന്നെ കൈവിടില്ലെന്നാണ്. എന്തുതന്നെ സംഭവിച്ചാലും, ഞാൻ എങ്ങനെയായി മാറിയാലും, വാക്കുമാറാത്ത ദൈവം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മുറിവേറ്റൊരുവൻ എൻ്റെ കൂടെയുണ്ട്. അവനിലാണ് ആശ്രയം. നമുക്ക് ആശ്രയിക്കാനേ കഴിയൂ. നമുക്ക് നമ്മുടെ വീഴ്ചകളെ സംബന്ധിച്ച് അനുതപിക്കാനേ കഴിയൂ. അനുതാപപൂർണം അവനിൽ ആശ്രയിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എന്തൊക്കെ തന്നെയാണ് ജീവിതാനുഭവങ്ങളെങ്കിലും നമുക്ക് ക്രിസ്തുവിൽ ആശ്വാസമുണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആര് കൈവിട്ടാലും കൈവിടാതെ. ഉറ്റവരും ഉടയവരും ഒരു പുഴുത്ത പട്ടിയെപ്പോലെ നിങ്ങളെ വെറുത്താലും, ഈ ലോകം മുഴുവൻ കുറ്റവാളിയായി വിധിച്ചാലും അവനിലേക്ക് നോക്കണം. അവൻ അങ്ങനെ പറയുന്നേയില്ല. അവൻ നിങ്ങളെ വിധിക്കുകയല്ല. അവൻ പറഞ്ഞു, ഞാൻ വന്നത് വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. ആ ക്രിസ്തുവിൽ ഉറപ്പുള്ള ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. പിറവി തിരുനാളിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എനിക്ക് വേണ്ടി അവൻ ഇങ്ങനെ ജനിച്ചു. അവൻ എന്നിൽ അനുഭവമാകാൻ, അവനിൽ എനിക്ക് വീണ്ടും വീണ്ടും ജനിക്കാൻ, അവൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് സ്വയം എടുത്തു വയ്ക്കാൻ, ആ പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരാകാൻ, ക്ലേശങ്ങളെയൊക്കെ അവനെ പ്രതി സ്വീകരിക്കാൻ, പ്രാർത്ഥനയിൽ ബന്ധത്തിൽ ഗാഢമായി അവൻ്റെ കാൽ കീഴിലായിരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്നാണ് ഹൃദയപൂർവ്വം നമുക്കുണ്ടാകേണ്ട പ്രാർത്ഥന. പ്രത്യേകിച്ചും ഈ പിറവി തിരുനാളിനായി ഒരുങ്ങുമ്പോൾ, പിറവി തിരുനാളിനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനങ്ങളാണ്. ഒരുങ്ങുമ്പോൾ ഹൃദയത്തിലുണ്ടാകേണ്ട ബോധ്യം ഇതാണ്. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും. അങ്ങനെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. അവൻ ജീവിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരിക്കലും കൈവിടാതെ, തള്ളിക്കളയാതെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ സ്വീകരിക്കുകയും
നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത അവനിലേക്കാണ് ജീവിതമെന്ന ബോധ്യം ഹൃദയത്തെ ഭരിക്കട്ടെ. ആ ഹൃദയബോധ്യം ആനന്ദത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഓരോ കഷ്ടതയിലും ഓരോ കണ്ണുനീർത്തുള്ളിയിലും അവൻ പ്രതിബിംബിക്കട്ടെ. അങ്ങനെ ദൈവം ജീവിതാനുഭവമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.